Hi dear friends, Assalamu alaikum, Namaskaram. Welcome back to my channel. ഇന്ന് നമ്മുടെ നാട്ടിലും ഗൾഫിലും റെസ്റ്റോറന്റിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ചട്ടിച്ചോറിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അതിനു മുമ്പായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന അടുത്ത് തന്നെ ഒരു ബെൽ ഐക്കൺ കാണാം. അതുകൂടി ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും വെച്ചിട്ടാണ് ഞാൻ ചട്ടിച്ചോറ് തയ്യാറാക്കുന്നത്. നമുക്കെങ്ങനെ ഇതിങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ഫിഷാണ്. ട്യൂണ ഫിഷ് കറി വെക്കാനുള്ളതാണ്. ഒരു ഒണിയൻ സ്ലൈസ് ചെയ്തത്, ടൊമാറ്റോ സ്ലൈസ് ചെയ്തത്, ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്തത്, 2 ചില്ലി കട്ട് ചെയ്തത്. കറി എങ്ങനെ വെക്കാൻ നോക്കാം. ചട്ടി ചൂടായതിനു ശേഷം ഒരൽപ്പം കടുക് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി കഴിഞ്ഞാൽ ഒരൽപ്പം ഉലുവ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ സ്ലൈസ് ചെയ്ത് വെച്ച ഓണിയൻ, ജിഞ്ചർ ഗാർലിക്, ചില്ലി, ടൊമാറ്റോ, 2 കറിവേപ്പില കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ടതിന് ശേഷം ആവശ്യമുള്ള സോൾട്ട് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾ പൗഡർ, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി മുളകാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ആ പൊടികളുടെ എല്ലാം പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് അതിലേക്ക് പുളിയുടെ വെള്ളം, അതിൻ്റെ കൂടെ ഫിഷും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യമുള്ള പുളി അനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരൽപ്പം കറിവേപ്പില ഇട്ട് ഇനി അടുത്തതായി തയ്യാറാക്കുന്നത് ഒരു തോരനാണ്. തോരന് വേണ്ടി ക്യാരറ്റും ബീൻസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ഗാർലിക് ചോപ്പ് ചെയ്തതും, ഒരു ഒണിയന്റെ പകുതി കട്ട് ചെയ്തതും, 2 കറിവേപ്പിലയും, ഒരു ചില്ലി ഇട്ട് ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പിട്ട് ഒരു പിടി കോക്കനട്ട് ചിരണ്ടിയതും കൂടി ഇട്ടുകൊടുത്ത് ഒന്ന് കൈവച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് തോരൻ റെഡിയാക്കാം. ഒരു ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കടു പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച തോരൻ്റെ മിക്സും കൂടി ഒഴിച്ച് ഒരൽപ്പം 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ചെറിയ ഫ്ലെയിമിൽ നമുക്ക് അടച്ചു വെക്കാം. ഇനി അടുത്തത് നമ്മൾ തയ്യാറാക്കുന്നത് ഫിഷ് ഫ്രൈ ചെയ്യാണ്. 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് മല്ലിപ്പൊടി, ഒരു കഷ്ണം കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ മാറ്റിവെച്ച ഫിഷും കൂടി ഫിഷിലേക്ക് നല്ലോണം മാഗ്നേഷൻ ചെയ്ത് വെക്കാം. അടുത്തതായി ഫിഷ് ഫ്രൈ ചെയ്യാം. ഒരു പാനിൽ ഒരൽപ്പം
ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരല്പം കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫിഷ് അടിയിൽ പിടിക്കാതെ നല്ല ക്ലിയറായി വരാൻ പറ്റും. അതുകൊണ്ടാണ് കറിവേപ്പില ഇട്ട് കൊടുത്തത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ ഒരല്പം കറിവേപ്പില ഇട്ടിട്ട് ഫിഷ് വെക്കുകയാണെങ്കിൽ ഫിഷ് ഒന്നും പൊട്ടാതെ നല്ല വൃത്തിയിൽ കിട്ടും. അതുപോലെ മല്ലിപ്പൊടിയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഫിഷ് ഒരിക്കലും ഇങ്ങനെ പൊട്ടിപ്പോവില്ല. ഫ്രൈ ചെയ്യുമ്പോൾ ഇവിടെ കറക്റ്റായിട്ട് കിട്ടും. നമ്മളെ ഫിഷ് ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമ്മളെ കറിയും റെഡി ആയിട്ടുണ്ട്. നമ്മളെ തോരനും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് റൈസ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരല്പം പിക്കിള്, ലെമണിന്റെ പിക്കിളാണ്, ലെമണും ക്യാരറ്റിന്റെ പിക്കിളാണത്. അതിലേക്ക് ഫിഷ് ഫ്രൈ ചെയ്തതും കൂടി വെച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കിയ തോരനും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഫിഷ് കറിയും കൂടി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ അടിപൊളി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചട്ടിച്ചോറ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഫിഷൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. സൂപ്പർ ടേസ്റ്റ് ആണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അതുകൂടി ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്.